കേസിംഗ് സാമ്പിളുകൾ എങ്ങനെ നിർമ്മിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഫോൾഡ് ഡൗൺ കേസിംഗ് തയ്യാറാക്കാൻ, അപ്ലൈഡ് കേസിംഗ് തയ്യാറാക്കാൻ പ്രാപ്തരാകും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഒരെണ്ണം, അയൺ ബോക്സ് ഒരെണ്ണം, ഹാൻഡ് നീഡിൽ ഒരെണ്ണം, സിസേഴ്സ് ഒരെണ്ണം, ഡ്രസ് മേക്കേഴ്സ് പിൻ ഒരു ബോക്സ്, ലോങ് ക്ലോത്ത് ഓർ പോപ്ലിൻ 1 മീറ്റർ, സൂയിങ് ത്രെഡ് ഒരെണ്ണം. കേസിംഗ് എന്ന് വെച്ചാൽ ഒരു ഫാബ്രിക് ടണലാണ്. ഇതിൽ ഒരു എലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രോസ്റ്റിങ് ത്രെഡ് ചെയ്തതിനു ശേഷം ഫാബ്രിക് പുൾ ഇൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ കഴിയും. കേസിംഗ് എന്നാൽ സ്ലീവ്സ്, പാൻസ് ഹെംസ്, പിന്നെ ഗാർമെന്റ്സിലുള്ള വേസ്റ്റ് ബാൻഡ്സിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കേസിംഗ് വേസ്റ്റ് ബാൻഡ്സിനാണ് ചെയ്യാറുള്ളത്. ഇതാണ് പാൻസ്, സ്കേർട്സ്, പൈജാമാസ് ഇവയെല്ലാം പുൾ ഓൺ ചെയ്യുന്നത്. ഇത് സ്ട്രെയിറ്റ് എഡ്ജസിന് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. വേസ്റ്റ് ലൈൻ കേസിംഗ്സ് വളരെ പ്രാക്ടിക്കലാണ്. അതിന്റെ കാരണം എന്താണെന്നാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ മാത്രമേ വേസ്റ്റ് മെഷർമെന്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. അതായത് ഡ്രോ സ്ട്രിംഗ് എലാസ്റ്റിക് നമുക്ക് ടൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലൂസ് ചെയ്യാം. ഒരു കേസിംഗ് തീർച്ചയായിട്ടും എലാസ്റ്റിക് അല്ലെങ്കിൽ ഡ്രോ സ്ട്രിങ്ങിന്റെ 6 സെന്റിമീറ്റർ വൈഡെങ്കിലും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ എലാസ്റ്റിക് അല്ലെങ്കിൽ ഡ്രോ സ്ട്രിംഗ് ടണലിനകത്ത് ഈസിയായിട്ട് മൂവ് ആവാനുള്ള സാധ്യത ഒരുക്കാൻ കഴിയൂ. പക്ഷേ ഈസിയായിട്ട് ട്വിസ്റ്റ് ആകുന്ന രീതിയിൽ വളരെ ലൂസായിട്ടും ഉണ്ടാവാൻ പാടില്ല. മൊത്തം 2 ടൈപ്സ് ഓഫ് കേസിംഗ് ആണ് ഉള്ളത്: ഫോൾഡ് ഡൗൺ കേസിംഗ്, പിന്നെ അപ്ലൈഡ് കേസിംഗ്. ഫോൾഡ് ഡൗൺ കേസിംഗ് എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് സാധാരണയായി എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ക്വിക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി ബിഗിനേഴ്സ് സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയും ഇത് തന്നെയാണ്. ഗാർമെന്റ്സിന്റെ എഡ്ജിലുള്ള എക്സ്റ്റൻഷൻ ടേൺ ചെയ്യുന്നതിലൂടെ ഫോം ആകുന്നതാണ് ഫോൾഡ് ഡൗൺ കേസിംഗ്. ഇത് നേരെ അകത്തേക്ക് മടക്കിക്കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യും. ഫോൾഡ് ഡൗൺ കേസിംഗ് നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും: കേസിംഗ് വിത്ത് ഡ്രോസ്ട്രിംഗ്, കേസിംഗ് വിത്ത് എലാസ്റ്റിക്സ്. പ്രിപ്പയർ ഫോൾഡ് ഡൗൺ കേസിംഗ്. ഫോൾഡ് ഡൗൺ കേസിംഗ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്കിനി നോക്കാം. ഫിറ്റിംഗ് ലൈൻ മാർക്ക് ചെയ്ത് റോങ് സൈഡിൽ 1 സെന്റിമീറ്ററിൽ മടക്കണം. ടണൽ ഉണ്ടാക്കാൻ വേണ്ടി ഫിറ്റിംഗ് ലൈനിൽ വെച്ച് തന്നെ അത് ഫോൾഡ് ചെയ്യണം. പിൻ ചെയ്ത ശേഷം കേസിംഗ് ടക്ക് ചെയ്യണം. അതിനുശേഷം പ്രസ് ചെയ്യണം. അപ്പർ ആൻഡ് ലോവർ എഡ്ജസ് ഓഫ് കേസിംഗ് മെഷീൻ സ്റ്റിച്ച് ചെയ്യണം. ലോവർ എഡ്ജിൽ അപ്രോക്സിമേറ്റ്ലി 4 സെന്റിമീറ്റർ എങ്കിലുമുള്ള ഒരു ഓപ്പണിംഗ് വിടണം. ലോവർ എഡ്ജിലുള്ള 2 എൻഡ്സും നിങ്ങൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്ലൈഡ് കേസിംഗിൽ സെപ്പറേറ്റ് സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ഉണ്ടാവും. അത് ഗാർമെന്റിന്റെ ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ഉള്ള ഡ്രോൺ അപ്പ് ഏരിയയിലാണ് അത് സ്റ്റിച്ച് ചെയ്ത് വെക്കാറ്. ഇപ്പോ അകത്ത് നിന്നുള്ള കേസിംഗിൽ പുറത്താണ് ഡ്രോസ്ട്രിംഗ് ആവശ്യം വരുന്നതെങ്കിൽ പ്രൊവിഷൻ റെഡിയാക്കിക്കൊണ്ട് ഡ്രോസ്ട്രിംഗ് പുറത്തു വരുന്ന രീതിയിൽ നമ്മളത് ചെയ്യേണ്ടതുണ്ട്. സീം ഹോളിൽ ഒരു ഓപ്പണിംഗ് വെച്ചോ അല്ലെങ്കിൽ ഒരു ബട്ടൺ വെച്ചോ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്ലൈഡ് കേസിംഗ് വേസ്റ്റ് ലൈൻ സീം ഇല്ലാത്ത ഒരു 1 പീസ് ഓഫ് ഗാർമെന്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്യൂ ചെയ്യാൻ സാധിക്കും. പാൻസിന്റെ ടോപ്പ് എഡ്ജിന് ഫേസിംഗ് ആയിട്ടും ഈ അപ്ലൈഡ് കേസിംഗ് പ്രവർത്തിക്കും. സാധാരണയായി സ്കേർട്സ്, ബ്ലൗസസ്, ജാക്കറ്റ്സ് ഇതിൻ്റെയൊക്കെ ലോവർ എഡ്ജ് സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാവാറ്. ഔട്ട്സൈഡിലുള്ള അപ്ലൈഡ് കേസിംഗ് ഒരേ കളറിലോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലോ ഉണ്ടാവാം. അപ്ലൈഡ് കേസിങ്ങിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാൻ കഴിയുന്നതാണ്: ഇൻസൈഡ് അപ്ലൈഡ് കേസിംഗ്,
പിന്നെ ഔട്ട്സൈഡ് അപ്ലൈഡ് കേസിംഗ്. ഇൻസൈഡ് പിന്നെ ഔട്ട്സൈഡ് അപ്ലൈഡ് കേസിംഗ് ഇത് രണ്ടും തന്നെ നമുക്ക് ജാക്കറ്റ്സ്, ഡ്രസ്സസ്, പാൻസ് ഇതിലെല്ലാത്തിലും വേസ്റ്റ് ലൈനിൽ സാധാരണയായി യൂസ് ചെയ്യാറുള്ളതാണ്. പ്രിപ്പയർ അപ്ലൈഡ് കേസിംഗ്. അപ്ലൈഡ് കേസിംഗ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. വേസ്റ്റ് ലൈനിൽ കേസിംഗ് പ്ലേസ് ചെയ്തുകൊണ്ട് പിൻ ചെയ്യണം. ശേഷം കേസിംഗിൻ്റെ റൈറ്റ് സൈഡും പെറ്റിക്കോട്ടിൻ്റെ റോങ് സൈഡും ഒന്നിച്ച് വെക്കണം. പ്ലേക്കറ്റിൽ നിന്നും പിൻ ചെയ്യാൻ തുടങ്ങുക. കേസിംഗിലുള്ള ബാലൻസ് മാർക്കിൻ്റെ കാര്യവും നോക്കണം. പിന്നെ സൈഡ് സീം ലൈനും പെറ്റിക്കോട്ടിൻ്റെ സെൻറ്ററും മാച്ച് ചെയ്യാനും ശ്രദ്ധിക്കണം. റോ എഡ്ജിൽ നിന്നും 0.75 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ബാസ്റ്റ് ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യണം. പെറ്റിക്കോട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ട് കേസിംഗ് മുകളിലോട്ട് മടക്കുക. അതായത് 180 ഡിഗ്രി ടേൺ ചെയ്യുക. കേസിംഗ് പീസിൻ്റെ സീം അലവൻസ് ഫ്ലാറ്റ് ആയിട്ട് വെച്ച് ശേഷം പ്രസ് ചെയ്യുക. വശങ്ങളിലുള്ള കേസിംഗിൻ്റെ റോ എഡ്ജസ് ഫിനിഷ് ചെയ്യുക. എഡ്ജ് ഫസ്റ്റ് 0.5 സെൻറ്റിമീറ്റർ ടേൺ ചെയ്ത ശേഷം പിന്നീട് വീണ്ടും 1 സെൻറ്റിമീറ്റർ ടേൺ ചെയ്യണം. ഹെം കവറിംഗ് ദ സീം അലവൻസ്. സെൻറ്റർ ലൈനിൽ ഉള്ള കേസിംഗ് ഫോൾഡ് ഡൗൺ ചെയ്യണം. അതിനുശേഷം റൈറ്റ് സൈഡിൽ കേസിംഗ് പിൻ ചെയ്യണം. അപ്പോൾ അത് പ്രീവിയസ് സീം ലൈൻ കവർ ചെയ്യും. പെറ്റിക്കോട്ടിലുള്ള സൈഡ് സീം ലൈൻസ് ബാലൻസ് മാർക്സുമായിട്ട് മാച്ച് ചെയ്യണം. എല്ലാ ലെയേഴ്സും ബാസ്റ്റ് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. 0.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ പാരലൽ സ്റ്റിച്ച് ലൈൻ ടോപ്പ് സ്റ്റിച്ചായിട്ട് ചെയ്യണം. നീഡിലിൻ്റെ താഴെ മെറ്റീരിയൽ വെക്കണം. പിന്നെ പ്രഷർ ഫൂട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ശേഷം പൈവോട്ട് മെറ്റീരിയൽ ബൈ 90 ഡിഗ്രി 0.5 സെൻറ്റിമീറ്ററിന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും പൈവോട്ട് മെറ്റീരിയൽ ഉണ്ടാക്കുക. കേസിംഗ് വിത്ത് ഡ്രോ സ്ട്രിംഗ്. ഫോൾ ഡൗൺ കേസിംഗിൻ്റെ വൺ ഓഫ് ദ ടൈപ്സ് ആണ് ഈ കേസിംഗ് വിത്ത് ഡ്രോ സ്ട്രിംഗ്. കേസിംഗിൽ എലാസ്റ്റിക്കിന് പകരമായി ഡ്രോ സ്ട്രിംഗ് ഉപയോഗിക്കുന്നതിനെയാണ് കേസിംഗ് വിത്ത് ഡ്രോ സ്ട്രിംഗ് എന്ന് പറയാറ്. ഒരു ഡ്രോ സ്ട്രിംഗ് എന്ന് വെച്ചാൽ കോർഡ്, റിബൺ അല്ലെങ്കിൽ ഒരു സ്ട്രാപ്പ് ഓഫ് ഫാബ്രിക് ഉപയോഗിച്ച് ഫാബ്രിക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് കേസിംഗിൻ്റെ നടുവിൽ വരുന്നതിനാൽ ഗാർമെൻറ്റ് ടൈറ്റ് ആക്കാൻ ഉപകരിക്കും. കോർഡ്, ട്രിമ്മിംഗ്, റിബൺ അല്ലെങ്കിൽ ഫാബ്രിക്കിലുള്ള ഏതെങ്കിലും ഒരു പീസും ഡ്രോ സ്ട്രിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റിബൺസ് ആഡ് ചെയ്താൽ ഒരു ഫെമിനൈൻ ടച്ച് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കോഡ്സ് ചില പ്രോഡക്ട്സിന് ആവശ്യം വരുന്ന സ്റ്റേഡി ഫാസ്റ്റണിങ്സിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് ബാഗ്സ് പോലെ. അതേപോലെ ഒരാൾക്ക് ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചും എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കോൺട്രാസ്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പേഴ്സണൽ ടച്ചും ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കേസിങ്ങുകൾ നമ്മൾ ജനറലായിട്ട് പെറ്റിക്കോട്ട്സിലാണ് യൂസ് ചെയ്യാറ്. പിന്നെ പൈജാമാസിലെയും യോഗ പാൻസിലെയും പുൾ ഔട്ട്സിലും യൂസ് ചെയ്യും. ഡ്രോ സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സ്ട്രിംഗ് ടൈൽസിന് വേണ്ടി ഉറപ്പായിട്ടും ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ കേസിങ്ങിന് ഔട്ട്സൈഡിലേക്ക് പോകാൻ സാധിക്കൂ. ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട്. അതിലെ ആദ്യത്തേത് എന്താണെന്നാൽ സെന്റർ ഫ്രണ്ട് ലീവ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡ് സീംസ് ഓപ്പൺ ചെയ്യണം. മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ 2 ബട്ടൺ ഹോൾസ് സ്യൂ ചെയ്യണം. സെന്റർ ഫ്രണ്ടിൽ വരുന്ന ഏതൊരു സൈഡിന്റെയും 2 ടൈലൻഡിലും വയ്ക്കണം. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു ഫോൾ ഡൗൺ കേസിംഗ് എങ്ങനെ തയ്യാറാക്കാം, ഒരു അപ്ലൈഡ് കേസിംഗ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. അടുത്ത സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.